ഹവാമഹലിനെ തെന്നൽ തുരുത്ത് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. രാജസ്ഥാനിലെ ജയ്പൂർ സിറ്റിയുടെ ഏതാണ്ട് ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നിർമ്മിതി വിസ്മയത്തിൻ്റെ ഏതൊരു പരിസരത്തും ഇളം തെന്നൽ തത്തിക്കളിക്കുന്നത് അനുഭവിച്ചറിയാം. ചുവപ്പും പിങ്കും നിറത്തിലുള്ള മൺകട്ടകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ അഥവാ അടിത്തറ ഇല്ല. പിന്നെ ഇത്രയും കാലമായിട്ടും ഈ മഹൽ എന്തുകൊണ്ട് യാതൊരു പരിക്കുമേൽക്കാതെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു? വാസ്തുകലയുടെ നിഗൂഢതകളും രഹസ്യങ്ങളും ചിലപ്പോൾ അങ്ങനെയാണ്. ജയ്പൂരിൻ്റെ കിരീടാഭരണമാണ് ഹവാമഹൽ. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്ന്. പാലസ് ഓഫ് ദ വിൻഡ്സ് എന്നറിയപ്പെടുന്ന 5 നിലകളുള്ള അത്ഭുതം. ഒരു തേനീച്ചക്കൂടിൻ്റെ സങ്കീർണമായ തേൻകൂട്ടിനോട് സാമ്യമുള്ളവ. അതിൻ്റെ എണ്ണമറ്റ ജനലുകളും ജരോഖകൾ എന്ന് വിളിക്കപ്പെടുന്ന കിളിവാതിലുകളും ഈ വാസ്തുവിദ്യാ വിസ്മയത്തിന് അതിൻ്റെ പേര് ലഭിച്ചതിൽ അതിശയിക്കാനില്ല. രജപുത്ര രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ജോഹാരി ബസാറിലെ ചടുലമായ തെരുവുകൾ ആരും കാണാതെ വീക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്നു ഹവാമഹൽ. ഡിഗ്രിയിൽ നേർത്തതും പിരമിഡാകൃതിയിലുള്ളതുമായ നൂറ്റാണ്ടുകളായി അഭിമാനത്തോടെ നിലകൊള്ളുന്ന അടിത്തറയില്ലാത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി. ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം കേവലം കല്ലും മണ്ണും ചരിത്രവും മാത്രമല്ല, മറിച്ച് സാംസ്കാരിക സംയോജനത്തിൻ്റെ ജീവനുള്ള ഒരു ക്യാൻവാസാണ്. ഹിന്ദു രജപുത്ര താഴികക്കുടങ്ങളും തൂണുകളും മുഗൾ ആർച്ചുകളും ഒക്കെയായി ഒരു വാസ്തുവിദ്യാ സിംഫണി. ൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഖേത്രി മഹലിൻ്റെ അതുല്യമായ ഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഈ മഹത്തായതും ചരിത്രപരവുമായ കൊട്ടാരം നിർമ്മിച്ചു. ലാൽചന്ദ് ഉസ്താദാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 5 നിലകളുള്ള പുറംഭാഗം ഒരു തേൻകട്ടയോട് സാമ്യമുള്ളതാണ്. 953 ചെറിയ ജാലകങ്ങൾ. ഇവയെ ഝരോഖാസ് എന്ന് വിളിക്കുന്നു. രാജകീയ സ്ത്രീകൾക്ക് അവരെ ആരും കാണാതെ തെരുവിൽ ആഘോഷിക്കുന്ന ദൈനംദിന ജീവിതവും ഉത്സവങ്ങളും നിരീക്ഷിക്കാൻ അനുവദിക്കുക എന്നതായിരുന്നു ഈ ഡിസൈനിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം. ശാസ്ത്രഭാഷയിൽ വെഞ്ചൂറി പ്രഭാവം എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിലൂടെയാണ് തണുത്ത വായു കടന്നുപോകാൻ ഇതിൻ്റെ പരിസരത്തേക്കുള്ള അനുവാദം ഉറപ്പിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് ഉയർന്ന താപശിലയിലുള്ള ഈ പ്രദേശം തണുത്തതും മനോഹരവുമാകും. രജപുത്ര ഭരണകാലത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കിടയിലും പർദാ സമ്പ്രദായം നിലനിന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഈ മഹലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തു നിന്ന് നോക്കിയാൽ ജയ്പൂർ പട്ടണം മുഴുവനായും കാണാം. തൻ്റെ ഭൂമിയിലെ അതിഥി വേഷങ്ങൾക്കിടയിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നായി ഹവാമഹലിനെ നിർദ്ദേശിക്കുന്നു. യാത്ര തുടരുന്നു. വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാം. നന്ദി, നമസ്കാരം.